അപ്പോൾ നാട്ടിൽ ഇലക്ഷൻ വരെയാണ്, ഇലക്ഷനെ കുറിച്ച് ഒരു വീഡിയോ പറയണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഒരു കോൺഗ്രസ് പക്കാ കോൺഗ്രസ്സുകാരനാണ്. കാരണം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഒരു പാർട്ടിയാണ്. ഒരു 3 രീതിയിലാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ഒന്ന് പാർട്ടി, ചെറുപ്പം മുതലേ അവർ കുടുംബസമേതമായി പാർട്ടി ചെയ്ത് ആ പാർട്ടി തന്നെ നോക്കിയിട്ട് വോട്ട് കുത്തും. ചില ആൾക്കാർ വ്യക്തി നോക്കിയിട്ട് വോട്ട് ചെയ്യുക, ഇന്ന ആൾ വ്യക്തി, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി, അങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തേത് നാടിന്റെ വികസനം നോക്കിയിട്ട്, ഈ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആളെ തോൽപ്പിക്കണം, നമുക്കൊന്നും ഇല്ല വികസനം അല്ലെങ്കിൽ നമുക്ക് ഉപകാരങ്ങൾ, അങ്ങനെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾ, അങ്ങനെ ആൾക്കാർ കുറവാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആക്ച്വലി വികസനം പാർട്ടി നോക്കാതെ വികസനം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ വികസനം ആര് കിട്ടിയാലും എല്ലാം കണക്ക് തന്നെ. ചില ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ആരാ? മുസ്ലിം ലീഗ് അല്ലെ. അപ്പൊ മുസ്ലിം ലീഗിനോട് നമുക്ക് അതിനെ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതല്ലാതെ അവരുടെ ചാരിറ്റി ഒക്കെ എനിക്ക് ഒരുപാട് ഉപകാരം. ഗൾഫിൽ ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ KMCCന്റെ ഒരാൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ആൾക്കാരൊക്കെ കണ്ടിട്ട് ഞാൻ ആളെ ആരും അത് നമ്മൾ ഒരാളെ കണ്ടാൽ KMCCന്റെ ആൾക്കാർ പ്രത്യേകിച്ച് അവർ ഭയങ്കര ഹെൽപ്പാണ്, നല്ല ചാരിറ്റി. അതും കോൺഗ്രസിന്റെ കൂടിയിട്ടാകുമ്പോൾ ആ സ്നേഹം ഇരട്ടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ മഞ്ചേശ്വരം മണ്ഡലം അവിടെ ഒരുപാട് എൻ്റെ റദ്ദുച്ച, എനിക്കറിയാം MLA റദ്ദുച്ച റോഡ് അതുവരെ കാണാത്ത എൻ്റെ പൈവളിക്ക, നമ്മുടെ നാട്ടിൽ പൈവളിക്ക ബായാർ മുതൽ ഉപ്പള വരെ അതുപോലുള്ള റോഡ് ചരിത്രത്തിൽ വന്നിട്ടേ ഇല്ല. ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്ന ഹൈവേ, നാഷണൽ ഹൈവേ പോലത്തെ നല്ല റോഡ് റദ്ദുച്ചാൻ്റെ ആ ഒരു സമയത്ത് മുസ്ലിം ലീഗായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മഞ്ചേശ്വരം മണ്ഡലം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തുടരായിട്ട് ഇങ്ങനെ വരുന്നത്. പിന്നീട് ഇപ്പോൾ അവിടെ AK അഷ്റഫ് നല്ല രീതിയിലും അവിടെ പുരോഗതിക്ക് വരുന്നത്. ഏത് പാതിരാത്രി വിളിച്ചാലും ഹെൽപ്പ് ചെയ്യുന്ന, ടോൾ ഗേറ്റ്, എനിക്കറിയാം കുമ്പള ടോൾ ഗേറ്റിന് ഒരുപാട് അതേ രീതിയിൽ അവിടെ പോയി ഒരുപാട് പ്രതിഷേധമൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ് അല്ലേ. AK അഷ്റഫ് ഇപ്പം നിലവിലുള്ള, അപ്പോൾ അവിടെ മത്സരിക്കുന്നത് AK അഷ്റഫാണ്. എല്ലാവരും ഞാൻ പറയുന്നത് AK അഷ്റഫിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അതുപോലെ തന്നെ സുരേന്ദ്രനാണ് എഗെയിൻസ്റ്റ് വരുന്നത്. സുരേന്ദ്രൻ അവിടെ ഇപ്പോൾ സ്ട്രോങ് ആവുന്നുണ്ട്. ഒരുപാട് എന്തൊക്കെ ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി എന്തെല്ലാം കോപ്പിട്ട് വരുന്നുണ്ട്. ഒരു സമയത്തും വർഗീയം പറഞ്ഞ് മുസ്ലിങ്ങൾ തുപ്പുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ അല്ലേ, മലപ്പുറത്ത് തുപ്പിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ അത്തരം പച്ച വർഗീയം പറയുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തണം തീർച്ചയായിട്ടും. എൻ്റെ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ LDFന്റെ കാര്യം, അതായത് കമ്മ്യൂണിസം. ഇപ്പൊ തുടർ ഭരണം ഉണ്ടല്ലോ, 2 വർഷമായിട്ട് തുടർച്ചയായി ഭരിക്കുന്നത്. ഇനി മാറിയിട്ട് കോൺഗ്രസിലേക്ക് ഭരണം വന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കേരളത്തിൽ ഇനി കോൺഗ്രസ് വന്നാലും LDF വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവർ വർഗീയം എതിരെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് LDFന്റെ ആൾക്കാർ അല്ലെ. MP വോട്ട് വരുമ്പോൾ LDFും കോൺഗ്രസ്, അവർ ഉള്ളിൽ ഒരു കോൺഗ്രസിനോട് സ്നേഹമുണ്ട്. BJPക്ക് എതിരാണ് അവർ. UDF അതേപോലെ നമുക്ക് BJPക്ക് എതിരാവും. ഇപ്പൊ ഇനി LDF തുടർ ഭരണം, കാരണം 10 വർഷം ഭരിച്ചല്ലേ. ഇനി UDF നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടി, എൻ്റെ ആഗ്രഹം. എന്നിട്ട് എനിക്ക് LDF അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനോട് യാതൊരു എതിർപ്പില്ല. കാരണം എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ കൂടുതൽ LDFിൽ അനുകൂലികളാണ്. അത് അവരെ ഇഷ്ടം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാർട്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പോലെ അവരെ പാർട്ടിയെ സ്നേഹിക്കുന്നു. വരട്ടെ. ഇനി കേരളത്തെ സംബന്ധിച്ച് മാറി മാറി ഭരിക്കണം, അതാണ് ഏറ്റവും ഗുണം കേരളത്തിന്. ഒരേ ഗവൺമെന്റ് ആയത് പ്രശ്നമാണ്. അപ്പോൾ മാറി മാറി ഭരിക്കണം. അത് കേരള മലയാളിയുടെ മനസ്സങ്ങനെയാണ്, മാറി മാറി ഭരിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തുടർഭരണം പിണറായി വന്നത് വേറൊരു തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി വന്നത് വേറൊന്നുമല്ല. അവിടെ കോവിഡിന്റെ സമയത്ത് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. കുറെ ജനങ്ങളെ കയ്യിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കോവിഡ് സമയത്ത് ചെയ്തുകൊണ്ട് അയാൾ വന്ന്. ഇനി എൻ്റെ അഭിപ്രായം ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരണം എന്നാണ്. കാരണം ഈ കോൺഗ്രസ് ഇപ്പോൾ അറിയാം, മൊത്തത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് വളരെ വീഴ്ചയിലാണുള്ളത്. കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ഇതാണ് രാഷ്ട്രീയ പാർട്ടിയാണ് UDF. അപ്പോൾ അവർ ഏറ്റവും രാഹുൽ ഗാന്ധി അടക്കം MP സ്ഥാനം കിട്ടാൻ കാരണമായ നമ്മുടെ കേരളത്തിലും കോൺഗ്രസ് ഇനി ഈ വർഷം കൂടി വീണാൽ അത് കേന്ദ്രത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും. ആ ഒരു നിലക്ക് ഞാൻ സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് BJPക്ക് ചിരിക്കാനുള്ള ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, UDF അധികാരത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് ഈ തുടർ ഭരണം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇവർക്ക് UDFന് ഭരണം കിട്ടണം എന്നാണ്. അവർ 10 വർഷം ഭരിച്ച് കുഴപ്പമില്ല, ഇനി ഈ 5 വർഷം കഴിഞ്ഞ് UDF ഭരിച്ചിട്ട് തിരിച്ച് LDF വരട്ടെ, അങ്ങനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? LDFും UDF ആയാലും BJPയെ നമ്മൾ കാലുകുത്താൻ ഈ മണ്ണിൽ അനുവദിച്ചുകൂടാ. അതാണ് പറയാനുള്ളത്. വർഗീയ ശക്തികൾക്ക് നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഒരിടത്തും സ്ഥാനം കൊടുക്കാൻ പാടില്ല. അത് ആലോചിച്ച് വേണം. മഞ്ചേശ്വരത്ത് പ്രത്യേകിച്ച് സുരേന്ദ്രന് ഒരുപാട് പ്രചരണമൊക്കെ കണ്ടിട്ട് ആരും അയാൾക്ക് വോട്ട് കുത്താനൊന്നും വർഗീയതയ്ക്ക് നിങ്ങൾ വോട്ട് കുത്തരുത്. വർഗീയം പറയുന്ന ഒരാൾക്ക് വോട്ട് കുത്തരുത്. UDFന് തന്നെ അവിടെ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് UDF എഗെയിൻസ്റ്റ് ആൾക്കാർ ഇതിൽ നെഗറ്റീവ് വരാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാർക്സിസ്റ്റ് സ്നേഹികളാണ് അല്ലെങ്കിൽ പാർട്ടി സ്നേഹം, നിങ്ങളിലേക്ക് വോട്ട് ഇട്ടോളി. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ശ്രീനിവാസൻ, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്ത്, അദ്ദേഹം രാഷ്ട്രീയത്തെ സന്ദേശം എന്ന പടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദേശം പേര് പോലെ തന്നെ, ഞാൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല തൊപ്പിയും വെച്ചിട്ട്, പക്ഷേ അതൊരു സിനിമയായിരുന്നില്ല, ഞാൻ കണ്ടതാണ് പണ്ട്. അത് ഭയങ്കര ഒരു സന്ദേശമാണ്. രാഷ്ട്രീയം, ഒരു വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാരന് അനിയനും ചേട്ടനും LDF UDF ആയിട്ട് തല്ലുണ്ടാക്കുന്നതും വീട്ടിൻ്റെ കാര്യം ഉമ്മയും ശ്രദ്ധിക്കാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരുപാട് അടിപിടി, വീട്ടിൽ അടിപിടി, അവസാനം സ്വന്തം അച്ഛൻ അവരെ
രണ്ടാളെ പുറത്താക്കുകയും ആദ്യം വീട് നന്നാക്കി എന്നിട്ട് നാട് നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓട്ടുന്ന നല്ലൊരു സന്ദേശം നൽകിയ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗും കൂടി ഞാൻ പറയാണ്, അതൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ നായകന്മാർക്ക് വേണ്ടി നിങ്ങൾ സ്വന്തം അണികൾ തല്ലുകൂടി ചാവണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കണോ? ആര് ജയിച്ചു അവർ ജയിച്ചോട്ടെ, അത് ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ കത്തിങ്കുത്ത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഈ ഒരു ഡയലോഗ് കേട്ടതിന് ശേഷം നിങ്ങൾ സ്വയം തീരുമാനിക്കുക. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. ഒരു നേതാവിന് എത്ര അടുത്ത് കിട്ടിയാലും മറ്റൊരു നേതാവ് കൊല്ലുന്നുണ്ടോ? ഇല്ല. അവർ വളരെ സുഖമായി ഒറ്റക്കെട്ടായി നന്നായി ജീവിക്കുകയാണ്. അണികൾക്ക് കിട്ടുന്ന എന്താണ്? ജയിലറയും കണ്ണീരും മാത്രം. ഈ അനാഥരും വിധവകളും അണികളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, നേതാക്കന്മാരുടെ വീട്ടിലില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു നേതാവിന് എന്തെങ്കിലും ഒരു പോറലേറ്റിട്ടുണ്ടോ? ഈ അണികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടിച്ചു കീറുന്നത്? ഈ ദുഷ്ടന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നിലനിർത്താൻ വേണ്ടിയോ? ദയവ് ചെയ്ത് അത് ആലോചിക്കണം. ആലോചിച്ചാൽ, ഒരു നിമിഷം ആലോചിച്ചാൽ ഈ ബത്രാളെ കൊല്ലുന്ന ഒരു പരിപാടിക്ക് മനുഷ്യർ നിൽക്കില്ല. വോട്ട് കഴിഞ്ഞതിന് ശേഷം ആരും അതിന്റെ മേൽ ആരെയും വ്യക്തിഹത്യ ചെയ്യുകയോ പ്രതിഷേധിക്കുകയോ കത്തിക്കുത്തിലേക്ക് പോകാതിരിക്കുക. കാരണം നമ്മൾ അണികൾ മാത്രമേ നമ്മൾ കത്തിക്കുത്തിൽ മരിക്കുന്നുണ്ടോ? അതേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ്.